വിജയത്തിന് മുന്നോടിയാണ് പരാജയം. ഒരു പരാജയം ഉണ്ടായാലാണ് വിജയത്തിലേക്ക് നയിക്കുക എന്നൊക്കെ പറയാൻ വളരെ ഈസിയാണ്. പക്ഷെ ഒരു പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് അങ്ങോട്ട് കയറി വരണമെങ്കിലുണ്ടല്ലോ അസാധാരണമായ നിശ്ചയദാർഢ്യം ആവശ്യമുണ്ട്, മോട്ടിവേഷൻ ആവശ്യമുണ്ട്, ശരിയായ ദിശാബോധം ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന ഒരാളാണ് ഇന്ന് ബിസ് ടോക്കിൽ വന്നിരിക്കുന്നത്. റിയാസ് ഹക്കീം. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, സംരംഭകനാണ്, ഒപ്പം തന്നെ ഒരു ലൈഫ് കോച്ചുമാണ്. ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ബിസ് ടോക്ക് പോകുന്നത്. സർ, സ്വാഗതം. നമസ്കാരം. ഏറ്റവും അധികം നമുക്കറിയാം ഈ പരാജയത്തെ പറ്റി വിജയത്തെയൊക്കെ പറ്റി പറയുമ്പോൾ റിയാസ് ഹക്കീം എന്ന പേര് പറയാതെ പോകാൻ പറ്റില്ല. കാരണം ഒരുപാട് ആളുകൾക്ക് പടുകുഴി നിൽക്കുമ്പോൾ മോട്ടിവേഷൻ വാക്കുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ വാക്കുകളിലൂടെ ഇനിയും ജീവിതം ഉണ്ടെന്നും എനിക്കിനിയും എന്തൊക്കെ നേടാൻ പറ്റുമെന്നും എനിക്കിനിയും വിജയത്തിൻ്റെ വഴിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നും വാക്കുകളിലൂടെ ഒരാളെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അസാധാരണമായ അസാമാന്യമായ പാഠമാണ്. അപ്പോൾ അത് കൈമുതലായുള്ള ഒരാളെന്ന രീതിയിൽ ഈ ഒരു വഴിയിലേക്ക്, ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു, ജീവിതം ഇങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്നു. അതൊക്കെ ഒരു വലിയ തീരുമാനങ്ങളാണല്ലേ, നമ്മുടെ ഒരു തീരുമാനങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഉള്ളിലുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണോ അതിന് കാരണമായത്? ഓക്കെ, രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഞാൻ തിരുത്താണ്, ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ല. രണ്ട്, വാക്കുകൾ കൊണ്ടൊരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം, ആ സംശയത്തിൽ ജീവിക്കുന്ന ആളുമാണ് ഞാൻ. കാരണം പലപ്പോഴും മോട്ടിവേഷനെക്കുറിച്ച് അല്ലെങ്കിൽ എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻസ്പിറേഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു കൺവെൻഷണൽ തിയറി, നമുക്കൊരാൾ സരള, യു ക്യാൻ ഡു, ഐ ക്യാൻ ഡു, വി ഓൾ ക്യാൻ ഡു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചാർജ്ഡ് ആവും. അതുവഴി നമുക്ക് പല തീരുമാനങ്ങളെടുക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുമെന്നാണ്. പക്ഷേ സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു സെക്രീഷനാണ്, ഒരു കെമിക്കലാണ്. നമ്മുടെ ഉള്ളിൽ ആന്തരികമായി നടക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. അപ്പം ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ബ്രെയിൻ സെക്രീറ്റ് ചെയ്യുമ്പോൾ ശരീരത്തുണ്ടാവുന്ന ഒരു തരം മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും മോട്ടിവേഷൻ. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരു കെമിക്കൽ പ്രക്രിയയെ പുറത്തു നിന്നൊരാൾക്ക് എത്രത്തോളം നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം. അതിനൊരു പരിമിതിയുണ്ട്, ലിമിറ്റേഷനുണ്ട്. അപ്പം ഐ ബിലീവ് നോബഡി ക്യാൻ മോട്ടിവേറ്റ് എനിബഡി ഫോർ എവർ പറ്റും, നോട്ട് ഫോർ എവർ. അപ്പോൾ ഫോർ എവർ പറ്റാത്തൊരു കാര്യത്തിനെ നമ്മളതിൻ്റെ അക്കൗണ്ടബിലിറ്റി എടുക്കുമ്പോൾ, റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ വളരെ ഈ ലൈഫിനെ കാണുന്നത് ലൈഫ് സക്സസ്ഫുൾ ആകാനുള്ള അല്ലെങ്കിൽ ലൈഫിൽ വിജയിക്കാൻ മാത്രമുള്ള ഒരു ജേണി ആയിട്ടല്ല ഞാൻ ലൈഫിനെ കാണുന്നത്. ലൈഫ് അതൊരു ഗെയിമാണ്. ഈ പസിൽ ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും വരും. പ്രോബ്ലംസും പെയിനും ഇല്ലാത്തൊരു ലോകം ഒരു മനുഷ്യനുമില്ല. അത് റിയാസ് ഹക്കീമിനും ഉണ്ടാവില്ല, താങ്കൾക്കും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സോ കോൾഡ് സക്സസ് എന്നൊക്കെ പറയുന്ന ഇപ്പോൾ MA യൂസുഫ് അലി സാഹിബിനെ പോലെയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ അതികായകന്മാരായ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് പോലും പ്രോബ്ലംസും പെയിനും ഒക്കെ ഡെയിലി ഉണ്ടാവും. പക്ഷേ ഇതിന്നൊക്കെ ഈ പ്രോബ്ലവും പെയിനും നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ സഫർ ചെയ്യാതിരിക്കാനൊരു ചോയ്സ് എടുക്കാം. ഈ ചോയ്സിൻ്റെ പേര്, ഈ ചോയ്സ് എടുക്കുന്നതിൻ്റെ പേരാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അങ്ങനൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിയാസ് ഹക്കീമിൻ്റെ ആവശ്യമില്ല, പുസ്തകങ്ങളുടെ ആവശ്യമില്ല, നമ്മളീ കാണുന്ന സോ കോൾഡ് ഗുരുക്കന്മാരുടെ ഒരാളുടെ ആവശ്യമില്ല. നമ്മുടെ ഈ നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ നമ്മളെ ബാധിക്കാതെ അതിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നതിൻ്റെ പേരാണ് മനുഷ്യൻ. അങ്ങനൊരു മനുഷ്യനാകാനാണ് നമ്മൾ മറന്നുപോയിട്ടുള്ളത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ഒരു റിമൈൻഡർ ആകുക എന്നുള്ളതാണ് എനിക്കിഷ്ടം. ആളുകളെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ അറിയാവുന്നതാ, മറന്നുപോയിണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട് എന്ന്. അതെ, ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്താൽ മതി. അപ്പോൾ യു ആർ നോട്ട് ദാറ്റ് സ്മോൾ. നിങ്ങൾ അത്രയും സ്മോൾ അല്ല, നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ചെറുതല്ല. നിങ്ങൾ ഒരു ലിമിറ്റ്ലെസ് ബീയിങ് ആണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള പോസിബിലിറ്റികളെ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കാനും ഒക്കെ ഉള്ളൊരു അസാമാന്യ കഴിവുള്ള ആരോ ആണ് നിങ്ങളെന്ന് എവിടെയോ പതിയെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കലാണ് നമ്മുടെ പണി. അതിനപ്പുറം ഒരു പണി നമ്മൾ എടുത്താലുള്ള പ്രശ്നം എന്തെന്നറിയാമോ? നമ്മൾ
നമ്മൾ വല്ലാണ്ട് നമ്മൾ ആരൊക്കെയോ ആണെന്നൊക്കെ ഒരു തോന്നലും നമുക്കും ഉണ്ടാവും. എന്തൊക്കെയോ ബാധ്യതയുണ്ടാവും. ഈ ബാധ്യതയും വെയിറ്റും ഒക്കെ ചുമന്നാൽ വലിയ പാടാണ്. സ്വന്തത്തിന് ഞാൻ എൻ്റെ കാര്യം I പറയുന്നത്. think you're being so polite. അല്ല, അത് പാടാണ് മോളെ. അത് അങ്ങനെ ഒരു ബാധ്യത നമുക്കെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഭാരം താങ്ങാൻ പറ്റില്ല. അത്തരം ഭാരങ്ങൾ ഞാൻ പറയുന്നത്, മനുഷ്യൻ വളരെ നിസ്സാരമായ ഒരു ജീവി അല്ല, വളരെ സങ്കീർണമായ ഒരു ജീവിയാണ്. നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ തോക്കുന്നത് പുറത്തല്ല, ഉള്ളിലാണ് തോക്കുന്നത്. അപ്പോൾ ആ ഉള്ളിനെ നിയന്ത്രിക്കാൻ ഒരു പുറത്തുള്ളൊരു മനുഷ്യനെ ഏൽപ്പിക്കരുത്. അത് റിയാസ് ഹക്കീമിനെ പോലും ഏൽപ്പിക്കരുത്. ആ ഉള്ളിൻ്റെ കൺട്രോൾ, ആ ചാവി നമ്മുടെ കയ്യിലുണ്ട്. ആ ചാവി എവിടെ ഇരിക്കുന്നു, ആ ചാവി എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ റിയാസ് ഹക്കീമിന് ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ദയവ് ചെയ്തെടുത്ത് കളയുകയും വേണം. നടക്കരുത്. യൂസ് ആൻഡ് ത്രോ ആണ്. നമ്മളൊക്കെ ടിഷ്യൂ പേപ്പറാണ്. ഇവിടെയാണ് പല ഈ പറയുന്ന സോ കോൾഡ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സോ ട്രെയിനേഴ്സോ കോച്ചസോ ലീഡേഴ്സോ ഇവരൊക്കെ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ അപകടകാരികളായി മാറുന്നത് ഇവർ ഒരു ടിഷ്യൂ പേപ്പറാകാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണ്. അപ്പം ലൈഫ് ലോങ് ഒരാളുടെ കൂടെ നിന്ന് ലൈഫ് ലോങ് അയാളുടെ ഈ അഡ്വൈസസൊക്കെ എടുത്ത് ലൈഫ് ലോങ് അയാളുടെ അടിമയായി ജീവിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾ പെർസ്പെക്റ്റീവ്സുകൾ നമ്മൾ പലപ്പോഴും ഈ പറയുന്ന ഒരു ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലീഡറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ട്രെയിനറിൻ്റെയോ കൺട്രോളായി പോകും. അങ്ങനെ ഒന്നും ആകരുത്. വേണ്ടത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഉപേക്ഷിക്കുക. അപ്പം ഞാൻ ഈ വിഷയത്തെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ പറയാറുള്ളത്, എന്നെ അധികം ഓവറായിട്ട് ബഹുമാനിച്ച് എന്നെ ഇല്ലാണ്ടാക്കി കളയരുത്. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും, അതെടുക്കുക, എന്നെ വിട്ടേക്കാം. എൻ്റെ പണിക്ക് എന്നെ വിട്ടേക്കാം, നിങ്ങളുടെ പണിക്ക് ഞാൻ നിങ്ങളെയും വിടും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ബയോയിലൊക്കെ ഉള്ളത് ഇമോഷണൽ സെയിൽസ് ലീഡർഷിപ്പ് കോച്ച് എന്താണ് ശരിക്കും? നമുക്കറിയാം, ഏറ്റവും അധികം ഒരു ഇമോഷണൽ ബേർഡൻ അല്ലെങ്കിൽ ബാരിയറൊക്കെ മറികടക്കേണ്ട, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ മറികടക്കേണ്ട ഒരു സംഗതിയാണ് സെയിൽസ് എന്ന് പറയാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടഫസ്റ്റ് ജോബ് എന്ന് പറയാം. ഡെയിലി റിജക്ഷൻസ് ഉണ്ടാകുന്ന ഒരു ജോലി. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെയിൽസ് പേഴ്സൺ ഇത്രയും അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിലേക്ക് തന്നെ ഒരു ഫീൽഡ് കേന്ദ്രീകരിക്കാൻ കാരണം? ഞാനിപ്പോൾ ഹൈലൈറ്റ് പാർക്കിൽ കഴിഞ്ഞ ദിവസം നടന്നു വരുമ്പോൾ ഒരു 6-7 കുട്ടികൾ ഓടി വന്നിട്ട് പറഞ്ഞു, സർ വാട്ട്, സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞങ്ങൾ സെയിൽസ് കരിയർ ചൂസ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഞങ്ങൾ സെയിൽസിലേക്ക് ഇറങ്ങിയത് സാറിനെ കണ്ടിട്ടാണ്. ആൻഡ് ആദ്യം ഞങ്ങൾ കരുതിയത് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മണി മേക്കിംഗ് ജോബാണ്, ഭയങ്കര പ്രഷറാണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം, ഒരുപാട് റിജക്ഷൻ ഫേസ് ചെയ്യണം. പക്ഷേ പിന്നീട് സാറിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് സെഷൻസൊക്കെ കേട്ടപ്പോഴാണ് മനസ്സിലായത് അതത്ര ഇടങ്ങേറുള്ള പണിയൊന്നുമല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അയാളുടെ ലൈഫിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരുത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമുള്ളൊരു ജോലിയാണ്. അങ്ങനെ ചെയ്തപ്പോൾ ഏതോ അർത്ഥത്തിൽ കുറേയൊക്കെ സമാധാനം കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം കുറേ സക്സസ്സും കുറേ ഈ പറഞ്ഞ പോലെ ഗ്രോത്തും ടാർഗറ്റ് അച്ചീവ്മെൻറ്റ്സും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് 5-6 കുട്ടികൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ആ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പലപ്പോഴും സെയിൽസിനെ നമ്മൾ സൊസൈറ്റി കാണുന്നത് ഒരു ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ സെയിൽസ് പലപ്പോഴും ഈ പ്രഷർ ഡ്രിവണാണ്, അഗ്രസീവാണ്, ഡെസ്പറേറ്റാണ്, മണി മേക്കിംഗ് ആണ്. ഇതിലൊക്കെ അപ്പുറം ഞാനൊക്കെ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് നമ്മളോട്, ഞാൻ ലൈഫ് ഇൻഷുറൻസിലാണ് ആദ്യമായിട്ട് സെയിൽസ് ജോലി ഏറ്റെടുക്കുന്നത്. അപ്പോൾ എന്നെ ട്രെയിൻ ചെയ്ത ട്രെയിനർ, പേര് പറയാത്തത് വിഷയം കേൾക്കുമ്പോൾ മനസ്സിലാവും, എന്നോട് ആദ്യം പറഞ്ഞത്, റിയാസ്, സെയിൽസിൽ സക്സസ്ഫുൾ ആകാനുള്ള ഒരേ ഒരു സീക്രട്ട് എന്താണെന്നറിയോ? ഇല്ല, കള്ളം പറയണം. ഓക്കെ, പക്ഷെ പറയുമ്പോൾ മുഖം ചുളിയരുത്. ജസ്റ്റേഴ്സും ബോഡി ലാംഗ്വേജും മാറാതെ കള്ളം പറയാൻ ആർക്കാണോ സാധിക്കുന്നത്, ഹി വിൽ ബിക്കം ദ ബെസ്റ്റ് ഇൻ സെയിൽസ്. അങ്ങനെയായിരുന്നു നമ്മളെയൊക്കെ ട്രെയിൻ ചെയ്തത്. പിന്നെ ഒരു പരിധി വരെ ഈ ലൈഫ് ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ തട്ടിപ്പോയാൽ കുടുംബത്തിന് ഉപകാരപ്പെടും എന്ന് പറയുന്നൊരു അതാണ് വിഷയം. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഒരു ഉപയോഗവും ഇല്ലാത്തൊരു സാധനം, അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുടുംബത്തിന് ഉപകാരപ്പെടുന്ന ഒരു സാധനം വിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പറഞ്ഞ ഹോൾ പ്രോസസ്സ്. അപ്പോൾ ഏതോ അർത്ഥത്തിൽ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞാൽ ഇത് മേടിക്കില്ല. അപ്പം ലൈഫ് ഇൻഷുറൻസിന് ഇത് കുറച്ചുകൂടെ ആപ്റ്റാണ്, കുറച്ചൊക്കെ ഈ വിട്ടുവീഴ്ചയും കള്ളത്തിലൊക്കെ പറയണം. അപ്പോൾ ഞാനും അങ്ങനെയാണിത് തുടങ്ങിയത്. ഐ സ്റ്റാർട്ടഡ് മേക്കിംഗ് ലോട്ട് ഓഫ് മണി. ഐ ഡോണ്ട് നോ ഹൗ. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ഒരു സെയിൽസ്മാൻഷിപ്പ് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. കുറേ അധികം പൈസയൊക്കെ ഉണ്ടാക്കുകയും വാല്യൂസ് ഒന്നും നമ്മൾ കീപ്പ് ചെയ്യാതെ
ആർ ഇൻറ്റൻഷൻ വാസ് ഓൺലി വൺ തിങ് ടു മേക്ക് മണി. അതുണ്ടായി. പക്ഷേ ഡ്യൂറിങ് ദ പ്രോസസ്സ് ഞാൻ റീകോൾ ചെയ്യുമ്പോൾ പൈസ ഉണ്ടായി, പക്ഷേ എനിക്കതൊന്നും അനുഭവിക്കാനോ അത് ഫീൽ ചെയ്യാനോ അത് എൻജോയ് ചെയ്യാനോ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായില്ല. സോ റിസൾട്ട് ഉണ്ടായി, പക്ഷേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ഈ പ്രോസസ്സിലൂടെ പോയാണ് ഞാൻ റിയലൈസ് ചെയ്തത് വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് വി ഓൾ നീഡ് ആസ് എ പ്രൊഫഷണൽ. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ശമ്പളമാണോ സാറ്റിസ്ഫാക്ഷനാണോ? നിങ്ങളോട് ചോദിക്കാം എന്താ വേണ്ടത്? അതിപ്പോഴും ഒരു വലിയ ഡിബേറ്റബിൾ ആണ്. രണ്ടും വേണം അല്ലേ? രണ്ടും വേണം. ആദ്യം ഏത് വെക്കണം? പ്രയോറിറ്റി സാലറി സാറ്റിസ്ഫാക്ഷൻ? സാറ്റിസ്ഫാക്ഷൻ ആദ്യം വെക്കണം. കാരണം സാലറി കിട്ടിയാലും സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. വെരി ഗുഡ്. കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം സാലറി ഓർ സാറ്റിസ്ഫാക്ഷൻ. പലപ്പോഴും പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എഗ്രി ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വേണം, തൃപ്തി വേണം. ഇന്ന് നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം, ഇന്ന് ലോകത്ത് നമ്മൾക്കൊക്കെ എല്ലാം ഉണ്ട്. സമ്പത്തുണ്ട്, വീടുണ്ട്, കുടുംബമുണ്ട്, വസ്ത്രമുണ്ട്, നമ്മളെ ആവശ്യത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. നമുക്കില്ലാത്ത ഒന്നേ ഉള്ളൂ, അത് തൃപ്തിയാണ്. അതുകൊണ്ടില്ലാത്തത് സമാധാനമാണ്. ഈ രണ്ടും ഇല്ലെങ്കിൽ ലോകത്ത് എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തൃപ്തി ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. സെയിൽസിലൊക്കെ പലപ്പോഴും കുട്ടികൾ അനുഭവിക്കുന്ന ഒരു വലിയ വിഷയം സമാധാനം ഇല്ല എന്നുള്ളതാണ്, തൃപ്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഈ ജോലി വലിയ പ്രയാസമാണ്. അത് ഈ ജോലി എന്ന് മാത്രമല്ല, സെയിൽസ് എന്ന ജോലി മാത്രമല്ല, എല്ലാ ജോബും, എസ്പെഷ്യലി സെയിൽസ്. കാരണം സെയിൽസിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഒരു ബിസിനസ്സിൻ്റെ എൻജിനാണ് സെയിൽസ്. സെയിൽസാണ് റവന്യൂ മേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ബാക്കിയെല്ലാം എക്സ്പെൻസ് മേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം റവന്യൂ കൊണ്ടുവരേണ്ടത് സെയിൽസ്മാനാണ്. സെയിൽസ്മാൻ കൊണ്ടുവരുന്ന റവന്യൂ എടുത്തിട്ടാണ് നമ്മുടെ ഓഫീസിൽ ബാക്കിയുള്ളവർക്കൊക്കെ പേ ഔട്ട് ചെയ്യുന്നത്. അപ്പം ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസിൻ്റെ ഭാരം എപ്പോഴും നമ്മളെ വേദനിപ്പിക്കും. എക്സ്പെക്റ്റേഷൻസ് വിൽ ഓൾവേസ് ഹേർട്ട്. അപ്പം സെയിൽസുകാരനെ എങ്ങനെ എപ്പോഴും ഒരു വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കേൾക്കുന്ന സെയിൽസുകാരൊക്കെ കമൻറ്റ് ചെയ്യണം. കാരണം വീട്ടിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷന് പുറമെ മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റേഷൻ, കരിയർ എക്സ്പെക്റ്റേഷൻ, കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ, ഇവിടെയൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ റിജക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വലുതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എല്ലാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അംഗീകരിക്കില്ല. അപ്പോൾ 10 പേരെ കണ്ടു കഴിഞ്ഞാൽ അതിൽ 9 പേരും നമ്മളെ ഗെറ്റ് ലോസ്റ്റ് അടിക്കും. ഈ ഗെറ്റ് ലോസ്റ്റ് അടിച്ചവൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുകയും വേണം, സാറിന് വീണ്ടും വിളിക്കണം, തിരിച്ചും പോകണം. എവിടെയൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫോളോ അപ്പ് എന്ന്. അപ്പോൾ ഈ ഭണ്ഡാരടങ്ങാൻ ഈ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞവൻ്റെ അടുത്ത് വീണ്ടും തിരിച്ചു വന്നിട്ട് സാറേ എന്തായി സാറേ ചോദിക്കണം. അപ്പോൾ ഈഗോ കോംപ്രമൈസ് ചെയ്യണം. ഈഗോ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ എന്തും സഹിക്കും. അപ്പം ഇതൊക്കെ ഒരുപാട് ഡെലമയിലൂടെ ഒരു റോളർ കോസ്റ്ററിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെ നമുക്ക് തൃപ്തിയോടെ സമാധാനത്തോടെ നിർത്താൻ സാധിക്കും? അവിടെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ലേണിങ്സിനെ ഞാൻ അപ്ലൈ ചെയ്തത്, റിലേറ്റ് ചെയ്തത്, ഫസ്റ്റ് കണക്ട് ചെയ്തത് ഞാൻ വായിച്ച പുസ്തകങ്ങളിലാണ്. ഞാൻ ഒരുപാട് വലിയ പുസ്തക വായനയുള്ള ആളൊന്നുമല്ല, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകങ്ങൾ വേദഗ്രന്ഥങ്ങളാണ്. അതിനകത്ത് ഭഗവത്ഗീതയും വിശുദ്ധ ഖുറാനും ബൈബിളും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ചാപ്റ്റേഴ്സിലൂടെയൊക്കെ നമ്മളിങ്ങനെ ഓട്ടിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതവും ഈ വേദഗ്രന്ഥങ്ങളുമായിട്ട് കണക്റ്റഡാണ്. ഇതേ തിയറി തന്നെയാണ് പലപ്പോഴും മാനേജ്മെൻറ്റ് ബുക്സിലും പറയുന്നത്. അപ്പം നമ്മുടെ എക്സ്പീരിയൻസും ഡിവൈൻ ബുക്സും മാനേജ്മെൻറ്റ് ബുക്സും ഇത് മൂന്നിലും കോമണായിട്ട് നമുക്ക് ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പിൾസ് ഡിസൈൻ ചെയ്തു. ഈ ഡിസൈൻ ചെയ്തത് നമ്മൾക്ക് സെയിൽസിലുള്ള ആളുകൾക്ക് ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഞാൻ UAE ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉള്ള ഒരു ഓയിൽ ആൻഡ് ഫ്യൂവൽ യൂണിറ്റിൽ, അത് നമ്മൾ ഫ്യൂവൽ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റാണ്, അഡ്നോക്ക്, ഇനോക്ക് പോലുള്ള ബ്രാൻഡുകളിൽ അവരുടെ എംപ്ലോയീസിൽ നമ്മളിത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ തരക്കേടില്ല, പിള്ളേർ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ കൊടുത്ത പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ കുട്ടികൾ പെർഫോം ചെയ്ത് തുടങ്ങി. അങ്ങനെ ആ പെർഫോമൻസ് അത് സക്സസ്ഫുൾ ആയപ്പോഴാണ് ലീഡേഴ്സിൽ ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ലീഡേഴ്സിൽ, ഓപ്പറേഷൻസിലുള്ള ആളുകൾക്കും നമ്മൾ ഇത്തരം ഫ്രെയിം വർക്കിലൂടെ തൃപ്തിയോടെ സമാധാനത്തോടെ എങ്ങനെ പെർഫോം ചെയ്യാം, അതായത് പീസ്ഫുള്ളായിട്ട് എങ്ങനെ പെർഫോം ചെയ്യാം. പലപ്പോഴും നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. സ്ട്രെസ്ഫുൾ പെർഫോമൻസിൽ റിസൾട്ട് കിട്ടും, സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, തൃപ്തി കിട്ടില്ല. പീസ്ഫുൾ പെർഫോമൻസിൽ റിസൾട്ടും കിട്ടും, സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ തൃപ്തി വേണമെങ്കിൽ പീസ്ഫുൾ ആകണം. പീസ്ഫുൾ ആയാൽ പെർഫോം ചെയ്യാം, പെർഫോം ചെയ്താൽ റിസൾട്ടും സാറ്റിസ്ഫാക്ഷനും കിട്ടും. നിങ്ങൾ പറഞ്ഞ രണ്ടും കിട്ടും. അപ്പം ഈ തിയറി ഞാൻ
നമ്മൾ സെയിൽസുകാരിലും ഓപ്പറേഷൻസിലും ഒക്കെ അപ്ലൈ ചെയ്തപ്പോൾ ദേ സ്റ്റാർട്ടഡ് ഡൂയിങ് വെൽ. അങ്ങനെയാണ് ഞാൻ സർട്ടിഫിക്കേഷനിലൊക്കെ പോയി കൂടുതൽ വീണ്ടും പഠിച്ചു. അങ്ങനെയാണ് ഈ ഇമോഷണൽ സെയിൽസ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കോച്ചിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തത്. ഇപ്പോൾ ബിസിനസ് ഓണേഴ്സിനെയാണ് ഈ 2 ഏരിയയിലും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. സെയിൽസുകാരെയും സഹായിക്കാറുണ്ട്, ബട്ട് കൂടുതലും ബിസിനസ് ഓണേഴ്സുമായിട്ട് അവരുടെ പ്രോബ്ലംസൊക്കെ അഡ്രസ്സ് ചെയ്യാറുണ്ട്. ഒരു പരിധിവരെയൊക്കെ നമുക്ക് തൃപ്തി കിട്ടാറുണ്ട്. ഓപ്പോസിറ്റ് ഉള്ളവരുടെ കാര്യം അവരാ പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഓഫ് ഓൾ മൂലധനം ഒരു ഇഷ്യൂ ആണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു മൈൻഡ് സെറ്റിൽ എന്തെങ്കിലും മാറ്റം വരേണ്ടതുണ്ടോ? കുറേ ആളുകൾ ഇങ്ങനെ മടിച്ച് നിൽക്കും. അപ്പോൾ സാറ് പറയാറുണ്ട് റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ റിസ്ക്. അതെ അതെ. നമ്മളെ റിസ്ക് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി വെച്ച് തന്നെ തുടങ്ങാം. ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഒരു നെയിം തന്നെ ഡിറൈവ് ചെയ്യുന്ന വെഞ്ചർ എന്നാണ്. വെഞ്ചർ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം റിസ്ക് എന്നാണ്. അപ്പം ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക്കാണ്. അപ്പം ഈ റിസ്ക് എടുക്കുക എന്നുള്ളത് ബിസിനസ്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസാണ്. ഇനി ആർക്ക് വേണ്ടി ഈ റിസ്ക് എടുക്കണം എന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും ഒരു ബിസിനസ്സുകാരൻ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫൗണ്ടർ ആദ്യം ആലോചിക്കുന്ന ഈ റിസ്ക് എടുക്കുന്നത് എൻ്റെ കുടുംബം, എനിക്ക് എൻ്റെ വീട് നന്നാവണം, എനിക്ക് ഒന്നുകൂടെ മെച്ചപ്പെടണം എന്നൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുക ഈ റിസ്ക് എടുക്കൽ. ഇന്നലെ അല്ല 2 ദിവസം മുമ്പ് ട്രിവാൻഡ്രത്തുനിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, സാർ ഒരു 2 വർഷം മുമ്പ് ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു, സാർ പറഞ്ഞു എപ്പോഴെങ്കിലും കാണാമെന്ന്, ഇന്നിപ്പോൾ കാണാൻ സൗകര്യം കിട്ടി, ഒരു 5 മിനിറ്റ് എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ സൈഡിൽ ഇങ്ങനെ ഇരുന്നു. അതുപോലെ എന്നോട് പറഞ്ഞു, സാർ ഞാനിങ്ങനെ ഈ ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺസൾട്ടിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബിസിനസ് ഓണേഴ്സിൻ്റെ ബിസിനസ്സുകളെ സിസ്റ്റമൈസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഞാൻ കുറച്ച് സ്റ്റക്കാണ്, എനിക്ക് ബിസിനസ് ഇല്ല. അപ്പോൾ സാറിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? എനിക്ക് ഈ ബിസിനസ് ഒന്ന് സക്സസ്ഫുൾ ആക്കണം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഞാൻ മൂപ്പരോട് ചോദിച്ചു, വൈ ആർ യു ഇൻ ദിസ് ബിസിനസ്? നിങ്ങൾ എന്തിനാണ് ഈ ബിസിനസ്സിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? ബിക്കോസ് ഇതൊരു കൺസൾട്ടിങ് ബിസിനസ്സാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ നിങ്ങൾ എന്തിന് നിൽക്കുന്നു? വൈ ഡിഡ് യു ഫൗണ്ട് ദിസ് ബിസിനസ്? മൂപ്പര് സത്യമാണ് സാറേ, സെറ്റിലായിട്ടില്ല ലൈഫിൽ, കുറേ കടമുണ്ട്, ഒരു വീട് വെക്കണം. അപ്പം ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ജോലിയിൽ നിന്നാൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും പറഞ്ഞത് ബിസിനസ് തുടങ്ങിയാൽ നടക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാനതൊരു 1.5 വർഷം മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എന്നിട്ട് നടന്നോ? ഇല്ല സാർ, നടന്നില്ല. അതുകൊണ്ടാണ് സാറിനോട് ഞാൻ ചോദിച്ചത്. ഞാനൊരു വർഷമായിട്ട് സാറിൻ്റെ പുറകിലാണ് ഇതൊന്ന് എങ്ങനെ ഇത് സക്സസ്ഫുൾ ആക്കാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഡസ് ഹാർഡ് വർക്ക് ഓർ ലക്ക്, വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ്? കാര്യം നിങ്ങൾ എന്തെങ്കിലും, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങി, നിങ്ങൾ തുടങ്ങിയതിന് വ്യക്തമായൊരു കാരണമുണ്ട്. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണം, നിങ്ങൾ ഫൈനാൻഷ്യലി ഏബിൾ ആകണം, വീട് വെക്കണം, കടങ്ങൾ തീർക്കണം. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഇതൊക്കെ നടക്കുമോ, അതോ ഭാഗ്യം കൊണ്ടാണോ ഇതൊക്കെ നടക്കുന്നത്? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ഹാർഡ് വർക്ക് ആയിരിക്കും. കറക്റ്റ്, പുള്ളിക്കാരൻ ഹാർഡ് വർക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ മൂപ്പരോട് തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ബംഗാളിൽ നിന്ന് വരുന്ന നമ്മുടെ കേരളത്തിലേക്കുന്നവരൊക്കെ ഫൈനാൻഷ്യലി സക്സസ്ഫുള്ളായി വീടൊക്കെ വെച്ച് നല്ല ഹാർഡ് വർക്ക് സക്സസ്ഫുള്ളായി അവർ ഭയങ്കര സെറ്റിൽ ചെയ്ത് ലൈഫൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കണ്ടേ? അവരല്ലേ നമ്മളെക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, 10-18 മണിക്കൂർ പണിയെടുക്കും. പക്ഷേ അവരും ഫൈനാൻഷ്യലി ഇന്ന് അത്ര വലിയ ഏബിളായിട്ടുള്ള പൊസിഷൻ ആയിരിക്കില്ല. ഞാൻ എല്ലാവരും എന്നല്ല പറയുന്നത്, പൊതുവേ അവർ ചിലപ്പോൾ സെറ്റിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഹാർഡ് വർക്കാണോ? അപ്പോൾ ഒരു ലക്ക്, ഞാൻ പറഞ്ഞ ലക്കാണോ? അപ്പോൾ മൂപ്പരും കൺഫ്യൂസ്ഡായി. ഞാൻ പറഞ്ഞു ഹാർഡ് വർക്കും അല്ല ലക്കും അല്ല. വേദഗ്രന്ഥങ്ങൾ പറയുന്നത് ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യത്ത് എന്നാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങളുടെ പ്രവർത്തനങ്ങളല്ല തരുന്നത്, നിങ്ങളുടെ നീയത്താണ്, നിങ്ങളുടെ ഉദ്ദേശമാണ്. നിങ്ങളുടെ ഉദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത്, അല്ലാതെ നിങ്ങളുടെ എഫർട്ടല്ല, ലക്കുമല്ല, ഉദ്ദേശമാണ്. നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് സമ്പാദിക്കണം, പൈസ ഉണ്ടാക്കണം, കടം തീർക്കണം, സെറ്റിലാവണം. ഇത് നിങ്ങളുടെ ഉദ്ദേശമാണ്, നല്ലതാണ്. മോശം ഉദ്ദേശമാണെന്ന് ഞാൻ പറയില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിപ്പോൾ എനിക്ക് ദാഹിച്ചപ്പോൾ അവിടെ ഒരു കുപ്പിയുണ്ട്, വെള്ളമുണ്ട്, ഞാനെടുത്ത് കുടിച്ചു, എൻ്റെ ദാഹം മാറി, സമാധാനമായി. ഇത് നല്ല കാര്യമാണോ? ആണ് അല്ലേ? അപ്പോൾ പെട്ടെന്നാണ് ഞാൻ വേറൊരു മനുഷ്യനിങ്ങനെ ദാഹിച്ചു വലഞ്ഞു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ദാഹിക്കുന്നു എന്ന് തോന്നിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വെള്ളവുമായിട്ട് ചെന്നു. അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു, അദ്ദേഹം കുടിച്ചു.
ബാക്കിയുള്ള വെള്ളം ഞാനും കുടിച്ചു. ഇതൊരു നല്ല കാര്യമാണോ? ആണോ? ആ. ഈ രണ്ടാമത് പറഞ്ഞൊരു നല്ല കാര്യമാണോ? ആദ്യം പറഞ്ഞത് നല്ല കാര്യമാണ് വെള്ളം കുടിച്ചു. അല്ലേ? ഞാൻ കുടിച്ചതും നല്ല കാര്യമാണ്. സിനാരിയോ എ. സിനാരിയോ ബി, ഒരു വെള്ളം ദാഹിച്ചു വന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വെള്ളം കൊടുത്തിട്ട് ഞാനും കുടിച്ചു. അത് സിനാരിയോ ബി. ഇനി എ ആണോ ബി ആണോ ഏറ്റവും മികച്ച കാര്യം? ബി ആണ്. എന്തുകൊണ്ട്? രണ്ടുപേരുടെ ദാഹം അവിടെ തീർന്നല്ലോ. അപ്പോൾ എൻ്റെ ദാഹത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഞാൻ കുടിക്കുന്നതിനൊപ്പം ഞാൻ എൻ്റെ സഹജീവിയെ കൂടെ പരിഗണിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച ചുറ്റുപാടിൽ നമ്മളൊരു മോറൽ ഇത് വെച്ചിട്ട് ദാറ്റ് ഈസ് സംതിങ് ബെറ്റർ. അത് ബെറ്ററാണ്, അത് ഗുഡല്ല. അത് ബെറ്ററാ. ഇത് തന്നെയാണ് ദൈവവും പറഞ്ഞത്. അല്ലദീ ഖലഖൽ മൗത്ത് വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സന അമലൻ. അതായത് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് നിങ്ങളിലെ ബെസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനെ തിരഞ്ഞെടുക്കാനാണ്. I have created death and life to test which of you are the best in doing good deeds. ഗുഡ് ചെയ്യുന്നവരല്ല, ഗുഡിലെ ബെസ്റ്റ്. ഞാനിരുന്ന് കുടിച്ചത് ഗുഡാ. ഞങ്ങളെ അദ്ദേഹത്തെ കുടിപ്പിച്ചത് ബെറ്ററാ. അതായത് നല്ല കാര്യം ചെയ്യുന്ന കുറേ മനുഷ്യർക്കിടയിൽ നിന്നും മെച്ചപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ജീവിതം. ജീവിതം അത്രയേ ഉള്ളൂ. നല്ല ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ടാവും, അവരൊന്നും ദൈവത്തിന് വേണ്ട. നല്ല ചെയ്യുന്ന മനുഷ്യർക്കിടയിൽ മെച്ചപ്പെട്ട കാര്യം ചെയ്യുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ ആംഗിളിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ സക്സസ്. അപ്പോൾ ഇങ്ങനൊരു പർപ്പസ് ഒരു മനുഷ്യൻ എപ്പോൾ ഉണ്ടാവുമോ ആ മനുഷ്യൻ അത് ദൈവീകമായ ഒരു പർപ്പസിലായിരിക്കും ആ മനുഷ്യൻ്റെ പർപ്പസിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം ആ മനുഷ്യന് കിട്ടും. ഇനി ബാക്ക് ടു യുവർ ബിസിനസ്. നിങ്ങളെ പർപ്പസ് എന്തായിരുന്നു? നിങ്ങൾക്ക് കച്ചവടം, നിങ്ങൾക്ക് ലാഭം, നിങ്ങൾക്ക് പൈസ, നിങ്ങൾക്ക് സെറ്റിലാവണം, നിങ്ങളെ കടം തീർക്കണം. ഇതിലൊക്കെ നിങ്ങളേ ഉള്ളൂ. ഇതിലൊന്നും വേറെ മനുഷ്യന്മാരില്ല. ഇത് നിങ്ങൾക്ക് നല്ല കാര്യമാണ്, ഇതൊന്നും മോശം കാര്യമല്ല, പക്ഷെ മെച്ചപ്പെട്ട കാര്യമല്ല. ദൈവം നോക്കുന്നത് മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനെയാണ്. അപ്പം നാളെ മുതൽ നിങ്ങളിത് തിരിച്ചു പറയണം, അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ തിരിച്ചു പറയണം. എൻ്റെ ക്ലയൻസിൻ്റെ ബിസിനസ്, എൻ്റെ ക്ലയൻസിൻ്റെ ബിസിനസ്സിൻ്റെ ലാഭം, അതുവഴി ആ ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ലൈഫിൻ്റെ ഡിഫറൻസ്, എൻ്റെ ക്ലയൻറ്റിൻ്റെ ബിസിനസ്സും ലൈഫും മാറുമ്പോൾ ഈ സൊസൈറ്റി മാറുകയാണ്. അങ്ങനെ ഒരു നീയത്ത് നിങ്ങൾ എന്ന് വെക്കുമോ, പിന്നെ റിയാസ് ഹക്കീമിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ 1 വർഷമായിട്ട് എന്നെ തിരക്കി അടക്കമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ അല്ല വേണ്ടത്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു നല്ല നീയത്ത് വേണം. അപ്പോൾ ദൈവങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കൂടെ അദൃശ്യമായൊരു കൂട്ടുകാരൻ. ഞാൻ എപ്പോഴും ദൈവത്തിന് ഇങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്ന സിസ്റ്റർ, നമ്മുടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടെങ്കിൽ അത് അയാൾ ഭയങ്കര സമർത്ഥന, എല്ലാം അറിയുന്ന ഒരു മിടുക്കനായ ഒരാൾ. നമ്മുടെ പണിയൊക്കെ ഈസി ആയിട്ട് മൂപ്പരെടുത്ത് തരും, തിരിച്ച് മൂപ്പർക്ക് ഒന്നും കൊടുക്കണ്ട. അങ്ങനെ ഒരാൾ, ഒരു കമ്പാനിയൻ, ഒരു കൂട്ടുകാരൻ. ഓലെ പക്ഷേ കാണാനൊന്നും പറ്റില്ല, പക്ഷെ ഓലെ ഫീൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരണമെങ്കിൽ ഞാനെന്ന ആ പെർസ്പെക്റ്റീവ് ബ്രേക്ക് ചെയ്യണം. അതന്നെ എല്ലാ വേദഗ്രന്ഥവും പറയുന്നത്. ഞാനെന്ന ഭാവം മാറുക, നമ്മളെന്ന ചിന്തയിലേക്ക് പോവുക. ഞാൻ മാറി നമ്മളാവുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ ഓർക്കാൻ കാര്യം വേറൊരു കാര്യം ഓർക്കണം. അതായത് നമ്മൾ സ്കൂളുകൾ പഠിക്കുമ്പോൾ ചെറിയ കാലത്ത് അല്ലെങ്കിൽ പാരൻസൊക്കെ നമ്മളോട് ചോദിക്കും വലുതായാൽ ആരാവാനാണ് ഇഷ്ടം എന്ന് പറയും. നമ്മൾ ഡോക്ടർ, എഞ്ചിനീയർ ഒക്കെ പറയും. അപ്പോൾ പക്ഷേ ഒരു ജൂയിഷ് ഫാമിലി, നമുക്കറിയാം ജൂതന്മാർ ലോകത്തിലുണ്ടായിരുന്നു. അപ്പോൾ ജൂതന്മാരുടെ ഫാമിലിയിൽ കുട്ടികളെടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ വലുതായി വരുമ്പോൾ എത്ര ആളുകൾക്ക് ജോലി കൊടുക്കും എന്നാണ് അത്രേ. അല്ലാതെ നിങ്ങൾ ആരാവും എന്നല്ലെന്ന്. നിങ്ങൾ വലുതായി വരുമ്പോൾ നിങ്ങൾ എത്ര ആൾക്ക് ജോലി കൊടുക്കും. ആ ഒരു അപ്ബ്രിങ്ങിങ്ങിൽ തന്നെയുള്ളൊരു മാറ്റം കണ്ടില്ലേ അവിടെ? നമ്മളെപ്പോഴും നമ്മളാരാവും എന്ന് ചിന്തിക്കുന്നിടത്തിൽ നിങ്ങൾ എത്ര പേർക്ക് ജോലി കൊടുക്കും. അവിടെ ആ മാറ്റം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ആ അപ്ബ്രിങ്ങിങ്ങിൽ തന്നെ ഉണ്ടാവും. സെൽഫ്ലെസ്നെസ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് സെൽഫിഷ്നെസ് എന്ന് പറയും. സെൽഫ്ലെസ്നെസ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് സെൽഫിഷ്നെസ്. നിസ്വാർത്ഥതയാണ് ഏറ്റവും വലിയ സ്വാർത്ഥത. നമുക്കൊക്കെ സക്സസ്ഫുൾ ആവണം, നമുക്കൊക്കെ സമാധാനം വേണം, നമുക്കൊക്കെ തൃപ്തി വേണം. അതിനൊരൊറ്റ സീക്രട്ടേ ഉള്ളൂ, നിസ്വാർത്ഥനായിരിക്കുക. നിസ്വാർത്ഥത വരുന്നത് ചുറ്റുമുള്ള മനുഷ്യരെ ഞാൻ പ്രയോറിറ്റി ആക്കുമ്പോഴാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്താകണമെന്നതിനപ്പുറം എൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതങ്ങൾ എന്താകണം എന്നൊരു ബോധ്യം ഒരു മനുഷ്യൻ്റെ ഉള്ളിലെത്തിയാൽ പിന്നെ അവൻ ജൂതനാണോ, അവൻ ക്രൈസ്തവനാണോ, അവൻ ഹിന്ദുവാണോ, അവന് ജാതിയുണ്ടോ, അവന് മതമുണ്ടോ, ഒന്നും വിഷയമല്ല.
ഈ ഒരു 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 പർപ്പസ് ഉള്ളിൽ കയറണം. തീർച്ചയായും. ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് പറയാം, നമ്മുടെയൊക്കെ അപ്ബ്രിങ്ങിങ്ങിൽ നടക്കുന്നൊരു സംഭവമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞതാ ഇപ്പോൾ കുട്ടികളൊക്കെ നിൽക്കുക. ഏറ്റവും കൂടുതൽ കുട്ടികൾ തല്ലുണ്ടാക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും പാരൻസ് ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ഏത് കോഴ്സ് എടുക്കാനായിരിക്കും? ഇപ്പോഴത്തെ സിനാരിയോ മാറിയല്ലോ. എന്നാലും കൂടുതൽ ആഗ്രഹിക്കുന്ന, ഇപ്പം നമ്മുടെ തലമുറയൊക്കെ എടുത്തോളൂ, നമ്മളൊക്കെ ആഗ്രഹിച്ച് സയൻസ് എടുക്കണം. കുറച്ച് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ സയൻസാണ്, പിന്നെ കുറച്ചധികം മാർക്കാണെങ്കിൽ ബയോളജിയാണ്. അതായത് ഡോക്ടർ അല്ലെങ്കിൽ എൻജിനീയർ അല്ലെങ്കിൽ യൂസ്ലെസ്. ഇതായിരുന്നു നമ്മുടെ തലമുറ. ഐദർ ഡോക്ടർ, എൻജിനീയർ അല്ലെങ്കിൽ യൂസ്ലെസ്. വേറെ ഒരു ഭാരമില്ലാത്തൊരു അപ്പം ഇപ്പോഴും ഒരു പരിധിവരെ സയൻസ്, ബയോളജി, മാത്സ്. അത് കഴിഞ്ഞാൽ പിന്നെ സയൻസിന് കിട്ടിയില്ലെങ്കിൽ കൊമേഴ്സ്. മാർക്ക് തീരെ കുറവാണെങ്കിൽ, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്. ഇത്രയും സാധ്യതയുള്ള ഒരു വിഷയം, ഒരു സിലബസ്, ഒരു കരിക്കുലം, അല്ലെങ്കിൽ ഇത്രയും സാധ്യതയുള്ള ഒരു ഡൊമൈൻ പഠിക്കാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്, സൊസൈറ്റി പഠിപ്പിച്ചിരിക്കുന്നത് മാർക്ക് കുറഞ്ഞ് ഇപ്പോൾ പണ്ടാരടങ്ങി എവിടെയും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹ്യൂമാനിറ്റീസ് കിടക്കട്ടെ. എന്നാൽ നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ലോകത്തിലെ എസ്പെഷ്യലി ഇന്ത്യൻ സിനാരിയോ എടുത്താൽ ഏറ്റവും കൂടുതൽ സിവിൽ സർവൻസ് അവരൊക്കെ ഹ്യൂമാനിറ്റീസ് പഠിച്ചാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ വലിയ പൊസിഷനിൽ ബ്യൂറോക്രസിയിലൊക്കെ വലിയ റോളൊക്കെ പ്ലേ ചെയ്യുന്ന സിവിൽ സർവൻസ് അല്ലെങ്കിൽ വലിയ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടൊക്കെ നമ്മളെ ലീഡ് ചെയ്യുന്ന പല മനുഷ്യരുടെയും +1 പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ അവർ ചൂസ് ചെയ്തത് ഹ്യൂമാനിറ്റീസാണ്. പിന്നീട് സോഷ്യൽ വർക്ക്സും മറ്റ് സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്ത സബ്ജക്ട്സൊക്കെ പഠിച്ചിട്ടാണ് അവരൊക്കെ വലിയ സിവിൽ സർവൻസൊക്കെ ആയത്. നമുക്കിപ്പോഴും ഹ്യൂമാനിറ്റീസ് ലോ ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ചോയ്സാണ്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ കുട്ടികളെയൊക്കെ കേൾക്കുന്ന, ഈ പ്രോഗ്രാം കേൾക്കുന്ന മാതാപിതാക്കളോടാണ്, ബിസിനസ്സുകാരോടാണ്. മക്കളെ ഏറ്റവും നല്ല ഡോക്ടറാക്കാൻ ആഗ്രഹിക്കരുത്, ഏറ്റവും മികച്ച എൻജിനീയറും ആക്കണ്ട, ഏറ്റവും മികച്ചൊരു മനുഷ്യനാക്കണം. എന്നിട്ട് അവനൊരു ചെറിയ ഡോക്ടറാക്കിയാൽ മതി. അവൻ അവിടുത്തെ സക്സസ്ഫുൾ ഡോക്ടറായി മാറും. ഏറ്റവും മികച്ചൊരു മനുഷ്യൻ ഒരു ചെറിയ സ്കോറിൽ എൻജിനീയറായിട്ട് ഇറങ്ങിക്കോട്ടെ, അവൻ ഏറ്റവും നല്ല കെട്ടിടങ്ങൾ, പൊളിയാത്ത പാലങ്ങൾ ഉണ്ടാക്കും. തീർച്ചയായിട്ടും. പൊളിയുന്ന പാലം ഉണ്ടാക്കാൻ കോൺട്രാക്റ്റ് അവൻ്റെ അടുത്ത് കിട്ടിയാൽ അവൻ ഇത് നോക്കിയിട്ട് എടുത്ത് കീറിക്കളയും. അവന് ചിലപ്പം പെട്ടെന്ന് സക്സസ്ഫുൾ ഒന്നും ആവാൻ പറ്റില്ലായിരിക്കും. ഈ മനുഷ്യപ്പറ്റെന്ന് പറയുന്ന സാധനം ഉള്ളിൽ കയറിയാൽ പിന്നെ പറ്റിപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ആ മനുഷ്യപ്പറ്റുള്ള ഒരാൾ ഒരു ബിസിനസ്സുകാരനായാൽ ഏറ്റവും മികച്ച ഡോക്ടേഴ്സിനെ അയാൾ കൊണ്ടുവരും. മനുഷ്യപ്പറ്റുള്ള ഒരാൾ കച്ചവടക്കാരനായാൽ ഏറ്റവും മികച്ച എൻജിനീയേഴ്സിനെ അയാൾ കൊണ്ടുവരും. മികച്ച സൊസൈറ്റിയെ ആ ബിസിനസ്സുകാരന് വാർത്തെടുക്കാൻ പറ്റും. ഈ കച്ചവടവും മനുഷ്യപ്പറ്റും കൂടെ ചേർന്ന് പോകുന്നതാണോ? ഇവിടെയാണ് സിസ്റ്റർ നമ്മുടെ പലപ്പോഴും സൊസൈറ്റിയുടെ ഫീഡിങ് പലപ്പോഴും തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യത. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ 20-30 വർഷം കഴിയുമ്പോൾ ഇത് നിരന്തരമായി മനുഷ്യർ ഏറ്റെടുത്താൽ പിന്നീട് അതൊരു സോഷ്യൽ സ്റ്റാൻഡേർഡായി മാറും. ഞാൻ ഈ ബിസിനസ്സിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷനെ കുറിച്ചൊന്ന് പറയാം. കച്ചവടം തുടങ്ങുന്നത്, എൻ്റെ കയ്യിൽ നല്ല വലിയൊരു മാങ്ങയുണ്ട്, നിങ്ങളുടെ കയ്യിലൊരു തേങ്ങയുണ്ട്. ഞാൻ മാങ്ങ തന്നപ്പോൾ നിങ്ങൾ തേങ്ങ തന്നു. ബാർട്ടർ സിസ്റ്റം. ഞാൻ അതേപോലെ പിറ്റേ ദിവസം ഒരു മാങ്ങ കൊണ്ടുവന്നു, നിങ്ങളതിൽ ചക്കയുണ്ട്. ഇല്ല, കാര്യം എനിക്ക് മാങ്ങ ഓൾറെഡി ഉണ്ട്. അതുപോലെ ഒരു മാങ്ങയ്ക്ക് ഒരു വലിയ ചക്ക ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല, മുതലാവില്ല. അവിടെയാണ് ഈ മുതലാകൽ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നത്. അപ്പം മുതലാകണമെങ്കിൽ നിങ്ങൾ പറയും ഒരു 5 മാങ്ങ തരാൻ പറയും. കാര്യം എൻ്റെ ചക്ക വലുതല്ലേ. അപ്പോൾ ആ ചക്ക മുതലാകണമെങ്കിൽ എനിക്ക് 5 മാങ്ങ തരാൻ പറഞ്ഞു. അപ്പം ഞാൻ 4 മാങ്ങയും കൂടെ അഡീഷണൽ കൊണ്ട് ആ ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് 5 തന്നു. അപ്പോൾ നിങ്ങൾ ആ ചക്ക എനിക്ക് തന്നു. ഇതായിരുന്നു ബിസിനസ്സിൻ്റെ എവല്യൂഷൻ. ഞാൻ പറയുന്നത് ഈ മുതലാകാൻ വേണ്ടി, നിങ്ങൾക്ക് അത് ഉപകാരപ്പെടാൻ വേണ്ടി ഞാൻ ചെയ്തൊരു പ്രോസസ്സുണ്ട്. ഐ ആഡഡ് വാല്യൂസ്. ഞാൻ മൂല്യങ്ങൾ ആഡ് ചെയ്തു. ഒരു മാങ്ങ എന്ന മൂല്യത്തിൻ്റെ കൂടെ 4 മാങ്ങ എന്ന മൂല്യം ആഡ് ചെയ്തപ്പോൾ നിങ്ങൾ തൃപ്തിയായി. ഇത്രേ ഉള്ളൂ. ബിസിനസ് എന്ന് പറഞ്ഞാൽ ആഡിങ് വാല്യൂസാണ്. മൂല്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും മൂല്യങ്ങൾ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ പോയി. മൂല്യങ്ങൾ ഉള്ളിടത്തേ മനുഷ്യനുള്ളൂ. മനുഷ്യപ്പറ്റും ബിസിനസ്സും ഒരുമിച്ച് പോകുമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് പോവാതാകുന്നൊരു അന്തരീക്ഷം ഉണ്ടായത് ഈ മൂല്യങ്ങൾ ആളുകൾ പറയാതിരിക്കുന്നുണ്ടാണ്. മൂല്യങ്ങൾ പറയാതിരിക്കുന്നിടത്ത് മനുഷ്യപ്പറ്റുണ്ടാവില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്ക് സമാധാനം വേണം, തൃപ്തി വേണം, സക്സസ്ഫുൾ ആകണം, സന്തോഷം വേണം, ഒക്കെ വേണം. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നീതി നടപ്പാവണം.
നീതി നടപ്പായാൽ മാത്രമേ നമ്മൾ ഒരു ആത്യന്തികമായ ഒരാൾ ഈ പറഞ്ഞ തൃപ്തിയും സമാധാനത്തിലൊക്കെ ഒക്കെ എത്തുള്ളൂ. ഇപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ചക്ക എനിക്ക് തരാത്തത്? അവിടെ ഒരു നീതികേട് ഉണ്ടായതുകൊണ്ടാണ് അല്ലേ? ആ നീതി, അതിനാണ് നിങ്ങൾ മുതലായില്ല എന്ന് പറഞ്ഞത്. നീതികേട് ആണ് പലപ്പോഴും ബിസിനസ്സിലും ഒക്കെ ഉണ്ടാവുന്നത്. നീതി നടപ്പിലാവണമെങ്കിൽ മൂല്യങ്ങൾ ഉണ്ടാവണം. മൂല്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടാലേ ബിസിനസ് ട്രാൻസാക്ഷൻസ് സക്സസ്ഫുൾ ആവുള്ളൂ. വാല്യൂ എക്സ്ചേഞ്ച് എന്ന് പറയും. അപ്പം വാല്യൂ എക്സ്ചേഞ്ച് നടത്തിയിരിക്കണം. ഇപ്പം ഇന്ന് പല ബിസിനസ്സുകളും, ഇന്ന് നമ്മൾ കാണുന്ന കൺവെൻഷണൽ പല ബിസിനസ്സുകളും, ഞാൻ പറയുന്ന MSME ബിസിനസ് സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു കാരണം പല ബിസിനസ്സുകളുടെയും മൂല്യങ്ങൾ എന്താണെന്ന് ഫൗണ്ടറിന് അറിയണ്ടാവില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അത് താഴെ തട്ടിലേക്ക് അത് എത്തിച്ചിട്ടുണ്ടാവില്ല. വാല്യൂ ഷെയറിംഗ് എന്ന് പറയും. ഷെയർഡ് വാല്യൂ ഇല്ലാത്ത ഓർഗനൈസേഷനാണ് ഒരു 80-90-95%. അതായത് പല ഓർഗനൈസേഷനും എന്തിനാണ് നടപ്പിലായി, അല്ലെങ്കിൽ പല ഓർഗനൈസേഷനും എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് കൂടെ ഉള്ളവർക്ക് അറിയില്ല. വാല്യൂസ് എന്താണെന്ന് അറിയില്ല, വിഷൻ എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് ബാക്ക് എൻഡിൽ അറിയാത്തതുണ്ടെങ്കിൽ ബിസിനസ് വിൽ ബി വെരി ഹാർഡ്. അപ്പം നമ്മൾ ഹാർഡായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെയെങ്കിലും കോമ്പീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ പിക്ചർ ഗെയിമിൽ നിന്ന് ഔട്ടാവും. അപ്പം ഭയങ്കര ഹാർഡ്ഷിപ്പുള്ള കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു സ്ട്രക്ചറിൽ നിൽക്കുമ്പോൾ പിന്നെ ജയിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തോപ്പിച്ചേ പറ്റുള്ളൂ. എങ്ങനെ തോപ്പിക്കും? എങ്ങനെയും തോപ്പിക്കും. അവിടെ എത്തിക്സിനും മറ്റു കാര്യങ്ങൾക്കും ഒരു വാല്യൂ ഉണ്ടാവില്ല. അവിടെയാണ് മനുഷ്യപ്പറ്റി പോകുന്നത്. അതായത് അങ്ങനെ ഞാനിങ്ങനെ തെറിച്ച് നിൽക്കുന്നിടത്ത് എൻ്റെ മുന്നിൽ ആകെ ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ, ജയിക്കണമെങ്കിൽ എൻ്റെ മുന്നിലും പിന്നിലും ഉള്ളവരൊക്കെ തോക്കുക. അങ്ങനെ തോൽപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കൂടെ നമ്മൾ കച്ചവടം എന്നല്ല, അതേത് ട്രാൻസാക്ഷനും ആയിക്കോട്ടെ, അത് വീട്ടിലെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് ഒരു വിദ്യാഭ്യാസമായിക്കോട്ടെ, അല്ലെങ്കിൽ തൊഴിലായിക്കോട്ടെ, കച്ചവടമായിക്കോട്ടെ, നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നാൽ നമുക്കൊരിക്കലും സമാധാനവും തൃപ്തിയും ഒന്നും കിട്ടില്ല. ഈവൻ ടു എക്സ്റ്റെൻഡ് കോമ്പറ്റീഷനിൽ പോലും നമ്മൾ ഫെയിലായി പോകും. ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ്, വാല്യൂസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഐഡൻറ്റിഫൈ ചെയ്ത വാല്യൂസിലായിരിക്കണം നമ്മുടെ ബിസിനസ് ബിൽഡ് ചെയ്യേണ്ടത്. ഈ ബിൽഡ് ചെയ്ത വാല്യൂസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ടീമിനെ എംപവർ ചെയ്യണം. അവരറിയണം ഞങ്ങൾ ഈ ബിസിനസ്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്. ആ വാല്യൂസ് ആയിരിക്കണം നമ്മുടെ കസ്റ്റമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പരിധിവരെ ഞാൻ പല ബിസിനസ്സുകളെയും റെഫറൻസ് വെക്കുമ്പോൾ മീഡിയ വൺ ഞാൻ റെഫർ ചെയ്യാറുണ്ട്. വാല്യൂസിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് നിൽക്കേണ്ടതിൻ്റെ ഒരു തെളിവാണ് മീഡിയ വൺ. സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ ഇനോഗ്രൽ ടോക്ക് ഞാൻ പലയിടത്തും പറയാറുണ്ട്. ഇത് നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല, ഈ തല്ലിപ്പൊട്ടിച്ച കളയെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കി, ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യുന്ന ദിവസം തന്നെ പറയാണ് ഇതങ്ങ് തല്ലിപ്പൊട്ടിച്ച കളയാണ്. അത്രേ ഉള്ളൂ. ഇതിൻ്റെ മൂല്യങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കാത്ത ദിവസം പിന്നെ ഈ ബിസിനസ്സിന് പ്രസക്തിയില്ല. ഈ ബിസിനസ്സിന് പിന്നെ ഒരു പ്രസക്തിയില്ല. കാരണം ഈ ബിസിനസ് ഉണ്ടായത് തന്നെ ഏതോ ഒരു മൂല്യങ്ങളെ ആവിഷ്കരിക്കാനാണ്. ആ നിലപാട് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു നിലനിൽക്കണം? അതാണ് ഈ വളയ്ക്കാൻ പറ്റില്ലെന്ന്. ഒടിച്ച് കളഞ്ഞു പൊട്ടിച്ച് കളഞ്ഞു വളയ്ക്കാൻ പറ്റില്ല. അത് ഇന്ന് നമ്മുടെ പല ബിസിനസ്സുകാർക്കും ഈ പറയുന്ന പോലെ വളഞ്ഞ് എല്ലാം പോയി, കയ്യിൽ നിന്ന് പോയി. അപ്പം കാരണം വാല്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് വളയേണ്ടി വരുന്നത്. വാല്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ വഴങ്ങി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് നമ്മുടെ ബിസിനസ് കൊണ്ട് സാധിക്കാത്തതിൻ്റെ കാരണം ഈ വാല്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ഇപ്പോൾ കാലിക്കറ്റിൽ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് സർവീസ് കേൾക്കുന്ന ഓഡിയൻസിനും കൂടെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഫസ്റ്റ് സർവീസ് വാല്യൂ ഓഡിറ്റാണ്. ഇപ്പം നമ്മൾ ഫൈനാൻഷ്യൽ ഓഡിറ്റ്, HR ഓഡിറ്റും കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പലതരത്തിൽ ടാലൻ്റ് ഓഡിറ്റ് നടത്താറുണ്ട്. പക്ഷേ വാല്യൂ ഓഡിറ്റ് നമ്മൾ കേരളത്തിൽ അങ്ങനെ കേൾവിയില്ലാത്ത ഒരു സംവിധാനമാണ്. ഞങ്ങൾ ആദ്യം ചെയ്യുന്നത്, ഇപ്പോൾ കാലിക്കറ്റിൽ ബിസിനസ് ഓണേഴ്സിനോടൊക്കെ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ബിസിനസ് ഓണേഴ്സിനൊക്കെ ചർച്ച ചെയ്യുന്നത്, വാല്യൂ ഓഡിറ്റ് നടത്തണം. ബിസിനസ്സിൻ്റെ വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടോ, അത് റിയൽ ആണെങ്കിൽ അത് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടോ, എവിടെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ. ഇനി അതും പോരാ, പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, അത് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് റിവ്യൂ ചെയ്ത് നമ്മൾ റിവാർഡ് ചെയ്യുന്നുണ്ടോ, റിവാർഡ് ചെയ്തിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റം നമുക്കുണ്ടോ. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ബിസിനസ്സുകളിൽ കൊണ്ടുവന്നാൽ ഐ എം ടെല്ലിങ് യു, നമുക്കൊരു പരിധിവരെയൊക്കെ നമ്മൾ ഈ കോമ്പറ്റീഷൻ്റെ വാറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും.
യെസ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്ത് പരാജയപ്പെടുക എന്നുള്ളത് അതിൻ്റെ ഒരു ബാലപാഠമാണ്. Right. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ സാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊന്നും അന്ന് ദഹിക്കാൻ സാധ്യതയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം, അതിൻ്റെ ഒരു അങ്ങനെയൊന്നും ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താ? ഈ ബിസിനസ്സിൻ്റെ ഒരു സാധാരണ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു 25-30 വർഷം വരെയൊക്കെ ഒരു ബിസിനസ് ഓടും. അതായത് ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നർച്ചർ ചെയ്ത് അത് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റേജിലൊക്കെ ആയി, പിന്നെ അത് ഒരു ഡൗൺഫോളൊക്കെ വന്ന് സ്ട്രഗിൾ ചെയ്ത് പിന്നെ അത് മുമ്പോട്ട് വന്ന് ഒരു സക്സസ് സ്റ്റേജിലേക്ക് എത്തി, പിന്നെ അത് ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജിലെത്തി, മെച്യൂരിറ്റി സ്റ്റേജിലായി, പിന്നെ അത് മരിച്ചു. ഇങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ. അത് 25-30 വർഷമൊക്കെ ആയിരുന്നു. ഇന്നതൊരു 5 വർഷം ഒക്കെ ഉള്ളൂ. ഈ പറഞ്ഞ സ്ട്രഗിൾ ടു സിഗ്നിഫിക്കൻസ് ടു പെറിഷ്. ഒരു 4-5 വർഷം കൊണ്ട് ഈ സാധനമൊക്കെ തീർന്നു പോകാറുണ്ട്. എല്ലാ ബിസിനസ്സും അല്ല, ലൈഫ് സൈക്കിൾ അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വളരെ നിസ്സാരമായ കാലം മുമ്പോട്ട് പോകും തോറും കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ ടൈം ബൗണ്ടഡായിട്ട് ചുരുങ്ങി പോവാണ്. ഇത് നമ്മൾ ബിസിനസ്സിൽ നിന്ന് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുപോകണം. ഈ ചെറിയ ലോസ് നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ കീഴ്പ്പെടുത്തുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെയാണ്. പലപ്പോഴും നമ്മൾ ഈ കാണുന്ന ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാനസികമായിട്ടായിരിക്കും ആദ്യം ഉണ്ടാവുക. പിന്നെ അത് വൈകാരികമായിട്ട് നമ്മൾ അത് ഏറ്റെടുക്കും. അടുത്ത തലത്തിലേക്ക് പോകുന്നത് അത് ശാരീരികമായിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് 60, 70, 80 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്നിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഇന്ന് 25, 23, 28 വയസ്സിൽ കുട്ടികൾ കാർഡിയാക് അറസ്റ്റൊക്കെ വന്ന് വീഴാണ്. സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സ്ട്രെസ്സും പ്രഷറും ഒക്കെ ഒരു പരിധി വരെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇമോഷൻസിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം ശാരീരികമായിട്ട് നമ്മൾ വീക്കായി പോകും. ചെറിയ സമയമാണ് അല്ലെങ്കിൽ തന്നെ നമുക്കുള്ളത്. ആ സമയത്തെ നമ്മൾ വീണ്ടും റെഡ്യൂസ് ചെയ്യാം. എന്തിനാണ് നമ്മളെ ഇല്ലാതാക്കുന്നത്? ജസ്റ്റ് ബിക്കോസ് ഓഫ് എ ലോസ്. ഒരു കമ്മോഡിറ്റി ലോസോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ലോസോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ലോസോ എന്തുമായിക്കോട്ടെ, നഷ്ടം എന്തും തന്നെ ആയിക്കോട്ടെ, ഞാൻ പറയാം, നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നേടിയതൊക്കെ നമ്മുടെ ആണെന്ന് തോന്നുമ്പോഴാണ്, നമ്മുടെ കൂടെ ഉള്ളതെല്ലാം നമ്മുടേതാണെന്ന് തോന്നുമ്പോഴാണ് ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പ്രയാസം വരുന്നത്, അല്ലേ? ഇപ്പോൾ വേറൊരാളുടെ, ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരാളുടെ വീട്ടിലെ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ ഒരു വിഷയം നടന്നു. ആ വിഷയത്തെ നമുക്ക് അത്രമേൽ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ പ്രയാസപ്പെടുകയൊന്നുമില്ല. അത് അയാളുടെ പ്രശ്നമല്ലേ, അത് അയാളുടെ ലോസാണ്. നമ്മൾ അത്രത്തോളം നമ്മൾ ഏറ്റെടുക്കില്ല. ഇങ്ങനെ തന്നെ നമ്മൾ കാണണം. നമുക്ക് ചുറ്റുമുള്ളതൊക്കെ നമ്മുടേതാണെന്ന് കരുതുമ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ നഷ്ടപ്പെടൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നത്. അപ്പം ഓണർഷിപ്പ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പരിധി വരെ എടുക്കാതിരിക്കുക. നമ്മളിത് ഓൺ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രയാസം ഉണ്ടാകുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ പർപ്പസ് അറിയുന്ന ഒരാൾക്ക് അയാൾ അതിൻ്റെ ഓണർഷിപ്പ് എടുക്കില്ല. അയാൾ അതിൻ്റെ കാര്യസ്ഥം മാത്രമായിരിക്കും. സംസം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, സംസത്തിൻ്റെ ചെയർമാൻ്റെ മകൻ നാഫിയോട് ചോദിച്ചു, ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഇതെങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത്, ഇത് ഞാനല്ല നടത്തുന്നത്, ഇത് നടത്തുന്നത് ദൈവമാണ്, ഞാനിതിൻ്റെ ഒരു കാര്യസ്ഥനാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണി വൃത്തിയായിട്ട് ഈ പറയുന്ന ഉടമയ്ക്ക് ഇത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ശരിക്കും ഇതിൻ്റെ ഉടമസ്ഥനല്ല. ഇതിൻ്റെ ഉടമസ്ഥൻ അറിയാം ഇതെങ്ങനെ നടത്തണമെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെയൊക്കെ നടത്തിക്കോട്ടെ, എനിക്കിതിനകത്ത് വലിയ സ്ട്രെസ് ഇല്ല. അപ്പോൾ മൂപ്പരൊരു സ്റ്റോറി പറഞ്ഞത് ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു. ഒരു പർട്ടിക്കുലർ ടൈമിൽ അവരുടെ ബിസിനസ് ഒന്ന് ഡ്രോപ്പായി. നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞൊരു ചോദ്യത്തിൻ്റെ ഉത്തരം, ബിസിനസ് ഡ്രോപ്പായി, പെട്ടെന്ന് സെയിൽസൊക്കെ ഡൗണായി. ഷവായി അവിടെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഷവായിയുടെ സെയിൽസ് ഡ്രോപ്പായി. അപ്പം നാഫി ഫാദറിനോട് പോയി പറയാണ്, ഉപ്പ ഇതേപോലെ ബിസിനസ് ഡ്രോപ്പായി, എന്ത് ചെയ്യും? പക്ഷെ എന്താ കാര്യം? അറിയില്ല, പെട്ടെന്ന് ആളുകൾ വരുന്നില്ല. അപ്പം ഒരു നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചോ? ഇല്ല, ഞാൻ ഒന്നും ചെയ്തില്ല. റെസിപ്പി എന്തെങ്കിലും ചേഞ്ച് ചെയ്തോ? ഇല്ല. ഷെഫ്? ഇല്ല. പിന്നെന്താ പ്രശ്നം? അപ്പം ചിലപ്പോൾ മൂപ്പർക്ക് തോന്നിക്കാണും തരണ്ടെന്ന്, അത്രേ ഉള്ളൂ. നീ കൂടുതൽ ഡോണ്ട് ടേക്ക് ഇറ്റ് ടു യുവർ ഹാർട്ട്, യു ലീവ് ഇറ്റ് കേട്ടോ. നീ കൂടുതൽ ഹൃദയത്തിന് എടുക്കേണ്ടത്. അവൻ എന്നോട് പറയാം, 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു
വാട്സാപ്പിലൊരു വീഡിയോ ക്ലിപ്പ് ആരോ അയച്ചു കൊടുക്കാം. നോക്കിയപ്പോൾ ബേസിൽ ജോസഫും സഞ്ജു സാംസണും കൂടെ എവിടെയോ ഏതോ ഒരു പോഡ്കാസ്റ്റിലിരുന്നിട്ട് ഇങ്ങനെ പറയാ, ഓ പാളയത്ത് സംസം ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാൽ എൻ്റെ അമ്മ അവിടുത്തെ ഷവായുടെ ടേസ്റ്റ് അൺസൈക്കബിളാണ്, അത്രയും ബ്യൂട്ടിഫുൾ ഷവായിയാണ്, എൻ്റെ പഴയ കാലമൊക്കെ ഓർമ്മ വരുന്നു എന്ന് അവരുടെ കോളേജ് ലൈഫിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. നാഫി പറയും, ഈ വീഡിയോ കണ്ട് തീർന്ന ആ മൊമെൻ്റ് മുതൽ പിന്നെ ആളുകളുടെ ബഹളാണ്. കൊച്ചിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തുനിന്നും ഒക്കെ ട്രിവാൻഡ്രത്തേക്ക് ആളുകൾ ഷവായി കഴിക്കാൻ സംസമിൽ വരിക. അപ്പം ഇന്നും അവിടെ ബിസിനസ് തിരുവനന്തപുരത്ത് ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യുകയാണ് ആ ഓർഗനൈസേഷൻ. കാരണം അത് നടത്തുന്നവരല്ല. അങ്ങനെ ഒരു ഉറപ്പിൽ ഇത് നമ്മൾ കെയർ ടേക്കറാണ്, അതേത് കച്ചവടക്കാരനും ആ ഒരു ഉറപ്പുണ്ടാവുക. ഈ ബിസിനസ്സിൻ്റെ നടത്തിപ്പുകാരനാണ് ഞാൻ, നടത്തുന്നത് ഞാനല്ല. അങ്ങനെ ഒരു മനുഷ്യനെ തീരുമാനിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നീയത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെനിക്ക് ലാഭമുണ്ടാക്കാനാണെങ്കിൽ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഇതെനിക്ക് ലാഭം ഉണ്ടാക്കാനല്ല, ഇത് സൊസൈറ്റിയിൽ ചേഞ്ചസ് കൊണ്ടുവരാനാണ്. കഴിഞ്ഞ ദിവസം ഒരു ലാപ്ടോപ്പ് ഡിസ്ട്രിബ്യൂട്ടർ ഞങ്ങളടുത്ത് വന്നു, ഒരു പ്രൊമോഷണൽ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ലാപ്ടോപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്ത് ഉപകാരമുള്ളത്? അല്ല, നമുക്കൊരു ടേംസിലൊക്കെ എത്താം. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ടേംസിനപ്പുറം എന്ത് ഉപകാരമുള്ളത്? നിങ്ങളുടെ ഈ ലാപ്ടോപ്പ് ഒരാൾ മേടിക്കുന്നത് കൊണ്ട് എന്ത് ഉപകാരമാണ് അയാൾക്ക് ഉണ്ടാവുക? സാർ, സെക്കൻഡ് ഹാൻഡ്, ഇത് റീഫർബിഷ്ഡ് ലാപ്ടോപ്പാണ്. 60,000 രൂപ കോസ്റ്റ് വരുന്ന ലാപ്ടോപ്പ് 20,000 കിട്ടും. ഞാൻ ചോദിച്ചു, ഓക്കെ, അപ്പോൾ പ്രൈസാണ് വിഷയം. സാർ, പ്രൈസാണോ എന്ന് ചോദിച്ചാൽ, സാർ നമ്മുടെയൊക്കെ ബിസിനസ്സുകാരൊക്കെ സ്ട്രഗിൾ ചെയ്യല്ലേ സാർ. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൽ ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ 60,000 × 10 എന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപ ആവില്ലേ സാർ? അപ്പോൾ ഈ 6 ലക്ഷം രൂപ ഉണ്ടാക്കുന്നിടത്ത് സാർ നമുക്കൊരു 2 ലക്ഷം രൂപയ്ക്ക് ഇത് സർവീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 ലക്ഷം രൂപ അവർക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 4 ലക്ഷം രൂപ അദ്ദേഹത്തിന് സേവ് ചെയ്യുന്നതല്ലല്ലോ വിഷയം. 4 ലക്ഷം രൂപ ഒരു സ്റ്റാർട്ടപ്പിന് കിട്ടിയാൽ അതെവിടെയൊക്കെ അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, തൊഴിലവസരങ്ങൾ കൊടുക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് തൊഴിലായി അല്ലേ? ഒരുപാട് പേരുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ 4 ലക്ഷം രൂപ കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. 4 ലക്ഷം രൂപ കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 4 പേർക്കെങ്കിലും ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റിയാൽ 4 × 4 16 പേര് 3 പ്രാവശ്യം ഫുഡ് കഴിക്കും. ഒരു വീട്ടിൽ 4 പേര് മിനിമം ഉണ്ടാവുമല്ലോ. അപ്പം ഭൂമിയിൽ ഒരു 16 പേർക്ക് അഡീഷണൽ 3 നേരം ആഹാരം കഴിക്കാൻ നമുക്ക് പ്രൊമോഷൻ ചെയ്യണം എന്നൊരു നീയത്ത് വെച്ചാൽ ഞാൻ റെഡിയാണ്. അല്ല, നിങ്ങൾ പറഞ്ഞ പൈസ തന്നിട്ട് ചെയ്യാൻ എനിക്കങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റൂല.